ലാൽ സലാം VSA ജനസാഗരത്തിന് നടുവിലൂടെ മടക്കം. VS അച്യുതാനന്ദന് വിട ചൊല്ലി തലസ്ഥാനം. വിലാപയാത്ര പോകുന്ന വഴികളിൽ നൂറുകണക്കിന് ആളുകളാണ് പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുന്നത്. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2:15 VSന്റെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചത്. കണ്ണേ കരളെ VSA, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ, പാവങ്ങളുടെ പടത്തലവ, ആരു പറഞ്ഞു മരിച്ചെന്ന്, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നിങ്ങനെ പ്രവർത്തകരുടെയും അനുയായികളുടെയും മുദ്രാവാക്യം വിളികൾ ദർബാർ ഹാൾ വളപ്പിൽ കടലിരമ്പം പോലെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദർബാർ ഹാളിൽ രാവിലെ എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിലാപയാത്രയ്ക്കായി മൃതദേഹം ബസ്സിലേക്ക് മാറ്റുന്നതുവരെയിരുന്നു. ദർബാർ ഹാളിൽ 5 മണിക്കൂറോളം നീണ്ടുനിന്ന പൊതുദർശനത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, രമേശ് ചെന്നിത്തല തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ദർബാർ ഹാളിൽ നിന്നും ദേശീയപാത വഴിയാണ് VS അച്യുതാനന്ദന്റെ വിലാപയാത്ര പോയത്. വിലാപയാത്ര കടന്നുപോകുന്ന വഴികളിൽ തങ്ങളുടെ പ്രതീക്ഷയുടെ കെടാത്തിരുനാളമായി നിലകൊണ്ട വിപ്ലവ നായകന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ജനസഹസ്രങ്ങളാണ് കാത്തുനിന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മറ്റു മുതിർന്ന നേതാക്കളും വിലാപയാത്രയെ അനുഗമിച്ചു. തിരുവനന്തപുരത്തെ 27 പ്രധാന ഇടങ്ങളിലാണ് VSന്റെ ഭൗതികദേഹം പൊതുജനങ്ങൾക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും സൗകര്യമൊരുക്കിയത്. കൊല്ലത്ത് 7 ഇടങ്ങളിലും പൊതുജനങ്ങൾക്ക് കാണാൻ അവസരമുണ്ട്. വിലാപയാത്ര രാത്രി ഏറെ വൈകിയാകും പുന്നപ്രയിലെത്തുക. പുന്നപ്രയിലെ വീട്ടിൽ നിന്ന് ബുധനാഴ്ച രാവിലെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനമുണ്ടാകും. നാളെ വൈകിട്ട് 3 മണിക്ക് വലിയ ചൂടുകാട്ടിലാണ് സംസ്കാരം.